അതിനകത്തൊരു ട്രാജഡി ഉണ്ടായി. ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് അവിടുന്ന് ഷൂട്ടിങ് കഴിഞ്ഞ് ഇവിടെ വന്നപ്പം ആസാദ് ഒരു ദിവസം സൂയിസൈഡ് ചെയ്തു. പടം തീരുന്നതിന് മുമ്പോ? പടം തീരുന്നതിനോ എന്താണെന്ന് ഇന്നും അറിയില്ല. ബട്ട് ഹി വാസ് കമ്മിറ്റഡ് സൂയിസൈഡ്. ആദ്യമായിട്ട് മമ്മൂട്ടിയെ സ്ക്രീനിൽ കാണുമ്പോൾ അത് ഞാൻ പറയുകയും ചെയ്തു, ഇയാൾക്ക് നല്ലൊരു ഭാഗമുണ്ട്, നല്ലൊരു ആർട്ടിസ്റ്റാണ്. അന്ന് എത്ര റെമ്യൂണറേഷൻ? 75 2 രൂപ നോട്ട് എന്ന് വെച്ചാൽ 150 രൂപ. സുകുമാരന് 40,000 രൂപ. ഇരിഞ്ഞാലക്കുട ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ പറയാൻ അല്ലെ ചോദിക്കാൻ വിട്ടുപോയൊരു കാര്യമാണ്. ബോംബെ പോകുന്നതിന് മുമ്പ് കുറച്ചു കാലം ഇരിഞ്ഞാലക്കുട സ്കൂൾ ഡേയ്സ് ഉണ്ടായിരുന്നു. ജയചന്ദ്രനൊക്കെ അവിടെ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഓർമ്മയാണ്? അതെ അതെ, നാഷണൽ സ്കൂളിൽ, അതായത് അന്തിക്കാട് നിന്ന് ഞങ്ങൾ സ്ഥലം മാറി. അന്തിക്കാടായിരുന്നു ആദ്യം? അതെ, ഞാൻ പറഞ്ഞു, ഞാൻ ജനിച്ചത് അന്തിക്കാടാണ്. ഞങ്ങൾ അന്തിക്കാടായിരുന്നു അച്ഛൻ്റെ വീട് ഇതൊക്കെ. അവിടെ ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചു. അത് കഴിഞ്ഞ് ഇരിങ്ങാലക്കുട വന്നു നാഷണൽ സ്കൂളിൽ. അന്ന് എൻ്റെ ക്ലാസ്മേറ്റായിരുന്ന ഒരു ജയചന്ദ്രൻ എൻ്റെ ഒരു ക്ലാസ് സീനിയറാണ്. ജയചന്ദ്രൻ അനിയൻ കൃഷ്ണകുമാർ എൻ്റെ ക്ലാസ്മേറ്റാണ്. ഞാനവിടെ ആകെ 2 കൊല്ലം പഠിച്ചിട്ടുള്ളൂ. അതിനിടയ്ക്കാണ് നമ്മുടെ വിമോചന സമരം വന്നു, അതിൽ പങ്കെടുക്കും. അപ്പോൾ ഈ വിമോചന സമരം വന്ന സമയത്ത് നമുക്ക് ഉള്ള ജോലി രാവിലെ 5 പേരുടെ ബാച്ചായിട്ടാണ് കോടതിയുടെ മുമ്പിൽ, അവിടുത്തെ ജില്ലാ കോടതിയുടെ മുമ്പിൽ പോയിട്ട് അങ്കമാലി കല്ലറയിൽ ഞങ്ങളുടെ സഹോദരനുണ്ട്, അങ്ങനെ കുറേ ശ്ലോകം. എന്തിനാണ് നമുക്ക് എന്തിനാണെന്ന് പറയുന്നത് അന്നും അറിഞ്ഞുകൂടാ, ഇന്നും അറിഞ്ഞുകൂടാ, സത്യമുള്ളത്. അപ്പോൾ ഈ തൊണ്ടയൊക്കെ ഇതാവുമ്പം ഈ ഫ്രണ്ടിലുള്ള മിക്കവാറും ക്രിസ്ത്യൻസാണ് ഷോപ്പൊക്കെ, അവർ മിഠായി തരും. മിഠായി കിട്ടാൻ വേണ്ടിയാണ്. ശർക്കര തൊണ്ട. ഇടിവണ്ടി വരും, ഞങ്ങൾ ഓടി എഡ്യൂക്കേഷൻ ഓഫീസിൽ പോകും, അവിടുന്ന് അറസ്റ്റ് ചെയ്യും, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ കൊണ്ടും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ 2-3 ബാച്ച് ഉണ്ടാവും, ഉച്ച വരെ അവിടെ ഇരുത്തും. അപ്പോൾ ഇതിനിടയ്ക്ക് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്, ഈ 10-10:30 നമ്മൾ തുടങ്ങാം. അതിനു മുമ്പ് നമുക്ക് ഷാപ്പാട് ഏൽപ്പിച്ചിട്ടുണ്ട് അടുത്തൊരു ഭാരത് ഹോട്ടലിൽ നിന്ന്, ഞാനക്കൂടെ നടക്കേ തന്നെ ആലിനോട് ചേർന്ന്. തൊണ്ടോന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അവിടെ ഫുഡ് കഴിഞ്ഞിട്ടാണ് പരിപാടി. അപ്പോൾ നമ്മളെ അട്രാക്ഷൻ എനിക്ക് ഫുഡാവുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും അവിടെ 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പോയി. അപ്പോഴേക്കും പോലീസുകാരെയൊക്കെ നല്ല പരിപാടി. പോലീസ് ഒരു പ്രശ്നമല്ല, 2 മണിയാകുമ്പോൾ കോടതി വരും, ഒരു ദിവസത്തേക്ക് ശിക്ഷിച്ചിരിക്കണം. മൺഡേ വിട്ടു. അപ്പം ഇതേമാതിരി 5ാമത്തെ ദിവസം ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് നേരത്തെ 11:30 മണിയാണ് മറ്റേ കോടതിയിലെത്തി. അപ്പോൾ പോലീസ് സ്റ്റേഷനിലെത്തി. ഒരു പോലീസ് ഹെഡ് കോൺസ്റ്റബിളാകത്തു. അവിടെ നിന്ന് ടിഫിൻ എന്തോ കഴിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങൾക്കും വിശപ്പൊക്കെ ഉണ്ട്, സാറിന് അറിഞ്ഞൂടേത്, ഞങ്ങൾ പിള്ളേരല്ലേ. അപ്പോൾ ഞങ്ങൾ അപ്പം 8 പേരോ മറ്റുണ്ട്. ഒരു നമ്പർ വിളിച്ചു, VC വിളിച്ചു, ഡേ അവിടുന്ന് വേത്തപ്പഴം ചായ വാങ്ങിക്കൊടുക്കും. സന്തോഷം. അതൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബോംബെ പോയി. അത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ബോംബെ വന്നു. ബോംബെ നിന്നാണ് ഇതൊക്കെ പഠിത്തവും കാര്യങ്ങളും. ആ പഠിക്കുന്ന കൂട്ടത്തിൽ ജോലിയൊക്കെ ഉണ്ട്. ജോലിയുണ്ട്. എൻ്റെ ചേട്ടനുണ്ടായിരുന്നു അവിടെ. ഈ ബന്ധനം തിയേറ്ററിൽ എങ്ങനെ ഉണ്ടായിരുന്നു? തിയേറ്ററിൽ തെറ്റില്ലാതെ പോയി എന്ന് പറയാം. നല്ല അഭിപ്രായവും അല്ലെങ്കിൽ നല്ല അഭിപ്രായവും നല്ല ഇതും ആയിരുന്നു. അത് സിത്താര എന്ന് പറയുന്ന കമ്പനി, അതിൽ വാസുവേട്ടനൊക്കെ കൂടി, വാസുവേട്ടൻ, പാവമണി ഒക്കെ കൂടിയുള്ള പാർട്ട്ണർഷിപ്പിലുണ്ടായിരുന്നതാണ്. അവരാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട്, എന്തെല്ലാം കഴിഞ്ഞിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കൊരു ചെക്ക് തന്നു പാവമണി 7,500 രൂപയുടെ. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബാങ്കിൽ പോയ വഴിക്ക് തന്നെ തിരിച്ചു വന്നു. ഞാനോട്ട് ചോദിക്കാനും പോയില്ല. ഞാൻ ഹാപ്പിയാണ്. 7,500 രൂപ ചെക്ക് എന്നെ സംബന്ധിച്ച് 7,500 രൂപയല്ല, ഒരു പടം
പുറത്തിറങ്ങാൻ പറ്റി. ഇറക്കാൻ പറ്റി എന്നുള്ളതാണ്. അതാണ് ബന്ധത്തിൽ. അത് കഴിഞ്ഞ് ഈ വിൽക്കാണ്ട് സ്വപ്നങ്ങളിലേക്ക് എത്തുമ്പോൾ അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണ് വിൽക്കാണ്ട് സ്വപ്നങ്ങൾ അല്ലേ? അത് ആദ്യം അതിൻ്റെ കഥയുടെ അല്ല, അത് ഈ പറഞ്ഞ പോലെ തന്നെ അത് 79-ലാണ്. അപ്പം ഞാൻ ഈ പടം കഴിഞ്ഞതിന് ശേഷം വാസുവേട്ടനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണും. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു, വാസുവേട്ടൻ നമ്മൾ ഒരു പടം ദുബായി വെച്ച് ചെയ്യാം. അത് നമുക്ക് ആസാദിനെ കൊണ്ട് ഞാനാണ് കഴിഞ്ഞ പടത്തിന് ആസാദാണ് ഹെൽപ്പ് ചെയ്തത്. ആസാദ് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അതെ അതെ, ആസാദിനെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാം. അപ്പോൾ വാസുവേട്ടൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്, അത് അവിടെയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടല്ലേ. സത്യമാണ്. പല ഇന്ത്യക്കാരും പലരും ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ രാമു കാര്യമായിട്ട് വരെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഷൂട്ട് ചെയ്യാൻ പെർമിഷനോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല ആ കാലത്ത്. അതൊന്ന് അപ്പം അത് വേണോ? ഞാൻ പറഞ്ഞു, ഭാഷയുടെ ഒരു ഇതാണ് ആസാദിനുള്ളത്. അങ്ങനെയാണ് പുള്ളി അവസാനം മൂളി വിൽക്കാൻ്റെ സ്വപ്നങ്ങൾ. വിൽക്കാൻ്റെ സ്വപ്നങ്ങൾ എന്ന് പറയുന്ന ടൈറ്റിൽ എനിക്ക് ബന്ധപ്പെട്ടതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളി സ്ക്രിപ്റ്റെല്ലാം എഴുതി ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നോക്കി, പേരിട്ടില്ല. അപ്പോൾ ഇതെല്ലാം നോക്കി. അപ്പോഴാണ് JD തോട്ടാൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ ഒരു സ്ക്രിപ്റ്റ് ഇതിൻ്റെ പുറത്ത് വിൽക്കാനുണ്ട് സ്വപ്നം കാണുന്നുണ്ട്. പുള്ളി അത് ഉപയോഗിച്ചിട്ടില്ല. വേറൊരു കഥയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ആസാദിനോടും പറഞ്ഞു, ആസാദിനോടും പറഞ്ഞു, നമുക്ക് ഈ ടൈറ്റിൽ ഇടുക, അത് ഇട്ടാൽ പോരെ, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ. അതാണ് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ ടൈറ്റിൽ. ഗംഭീര ടൈറ്റിൽ. അത് ചെയ്യുന്നത്. പിന്നെ അതിന് എനിക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു ആ പടത്തിന്. കാര്യം ഈ പറഞ്ഞു തന്നെ സംഭവം സ്ക്രിപ്റ്റൊക്കെ ഉണ്ട്, വാസുവേട്ടനൊക്കെ ഉണ്ട്, കൂടെയുണ്ട്, പെർമിഷൻ കിട്ടണ്ടേ. അവിടെ അതായത് അടിയുറപ്പിച്ച് ചെയ്യാൻ പറയുന്നു. കാരണം ഇന്ന് ഗൾഫ് ന്യൂസിൻ്റെ ആർച്ചീവ്സിലുണ്ടത്. ഫിലിം എവർ മെയ്ഡ് നെയ്മഡ് ഡ്രീം ഫോർ സെയിൽ, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, പ്രൊഡ്യൂസ് ബൈ VBK Menon, ദ ഫസ്റ്റ് എവർ മൂവി മെയ്ഡ് ഇൻ ദി ഗൾഫ്. അതുവരെ അവിടെ ആരും ക്യാമറ വെച്ചിട്ടില്ല, ഷൂട്ട് ചെയ്തിട്ടില്ല, ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ അവിടെ പോകുന്നത്. ഞാൻ ദെൻ ഫൈനലി ഐ ഗോട്ട് സംബഡി ഫ്രം വൺ മിസ്റ്റർ ദാമോദർ, എറണാകുളത്തുള്ളതാണ്. പുള്ളി അവിടെ SNDT എന്ന് പറയുന്ന ട്രാവൽ ഏജൻസി ഉണ്ട്. അത് ഷെയ്ഖ് അബ്ദുൾ അസീസ്, അതായത് ഇന്നത്തെ ഭരിക്കുന്ന ആൾ മരിച്ചുപോയി, അത് ചേട്ടനായിട്ട് വരും. പുള്ളിയാണ് അവിടെ വലിയ ട്രാവൽ ഏജൻസി, ലിബർട്ടി, അത് ഇത് ഒരുപാട് ഫേക്കുമാരല്ലേ, ഒരുപാട് എസ്റ്റാബ്ലിഷ് ഉണ്ട്. അപ്പോൾ ദാമോദരൻ പറഞ്ഞു, ഞാൻ ആളെ കൊണ്ട് വാങ്ങിക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞു, ശരി, കൊടുക്കണമല്ലോ, എന്നാൽ കൊടുക്കാം. 2 ലക്ഷം രൂപ കൊടുക്കണം, പെർമിഷന് മാത്രം. 2 ലക്ഷം രൂപ കൊടുക്കാം. അങ്ങനെ അത് ശരി, ഞാൻ പണം കൊടുത്തു. എനിക്ക് അങ്ങനെ എഴുതി ഷാർജ ഇമിഗ്രേഷനിലും കൊടുത്തു. ഇമിഗ്രേഷൻ കൊടുത്ത് പെർമിഷൻ വന്നു. അങ്ങനെ ഇത് ഞങ്ങളവിടെ പോയി ഷൂട്ട് ചെയ്യുന്നു. വാസേട്ടൻ ഷൂട്ട് ചെയ്യുന്നു. ഇവിടുന്ന് ക്രൂ എത്ര ഉണ്ടായിരുന്നു? ക്യാമറ ഞങ്ങളെല്ലാം കൂടെ 15 പേരും. അവിടുത്തെ മെയിൻ ഞാനാണ് കുക്ക്, ഞാനാണ് ഫൈനാൻസർ, പ്രൊഡക്ഷൻ മാനേജർ, ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളർ ഞാനാണ്, ഡ്രൈവർ ഞാനാണ്, ലൊക്കേഷൻ ഹണ്ട് ചെയ്യുന്ന ലൊക്കേഷൻ ഡ്രൈവർ ഞാൻ, മാനേജർ ഞാൻ തന്നെ. മനസ്സിലായോ? ഞങ്ങൾ താമസം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. ഫ്ലാറ്റ് നല്ല ഫ്ലാറ്റാണ്. അവിടെ ഞാൻ താമസിച്ചുണ്ട് താഴെ. അവിടെ ഞാനുണ്ട്, എൻ്റെ ഒരു നെവ്യൂ കൂടെ താമസിക്കുന്ന അവിടെ. ഫാമിലി വരും പോവും. അപ്പോൾ ഫാമിലി ഇല്ല. അതിനടുത്ത ഫ്ലാറ്റ് തന്നെ അവിടെ സുകുമാരനും വാസുവിനും അക്കോമഡേറ്റ് ചെയ്തു. എൻ്റെ റൂമിൽ
റൂമിലും അതിനോടനുബന്ധിച്ച് ആസാദും രാമചന്ദ്രബാബുവും ഞങ്ങളും താമസിച്ചു. ഇപ്പുറത്തെ റൂമിൽ അതാണ് അതിൻ്റെ ഒരു എൻ്റെ ബെഡ്റൂമിൽ ശ്രീലത താമസിക്കുന്നു. അടുത്ത ഇതിൽ ശ്രീവിദ്യ, അന്ന് കല്യാണം കഴിഞ്ഞ് ഹണിമൂണിൻ്റെ ഒരു സ്റ്റേജാണ്. ജോർജിൻ്റെ അമ്മ, അതായത് ശ്രീവിദ്യയുടെ ഹസ്ബൻഡ് ആയിരുന്ന അവരുടെ അമ്മയാണ് കൂട്ടിന് വന്നത്. അപ്പോൾ അവരവിടെ താമസിക്കും. അപ്പോൾ എൻ്റെ കിടപ്പറ എന്ന് പറയുന്നത് സോഫയാണ്. സോഫയിൽ കിടക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പം ഒരിക്കൽ ഡോർ നോക്കിയിരുന്നു. അപ്പം ഞാൻ സാധാരണ വീട്ടിലായാലും എവിടെയായാലും എപ്പോഴായാലും ഒരു കസ ലുങ്കി കൊടുക്കുക, വേറെ ഒന്നും ഉണ്ടാകില്ല. അതിന് പ്ലെയിനായിട്ടൊക്കെ ഇരിക്കും. അന്ന് ഇതുപോലെ തന്നെ ഒരു നൂലുമാല പോലെ ഒരു ചെയിൻ ഉണ്ട്. ഡോർ ലോക്ക് ചെയ്യുന്നു, മുട്ടുന്നു, പറഞ്ഞു. ഷൂട്ടിങ് നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കേട്ടോ. അതിനിടയ്ക്ക് പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. അവിടുത്തെ കുറച്ച് ബഹുമാന്യന്മാർ, ഭൂരിഭാഗം ഒന്നുമില്ല, മരിച്ചുപോയി. ഡോറിൽ മുക്കി ഒരു 4 പേരുണ്ട്. എന്നിട്ട് മിസ്റ്റർ, അപ്പം ഞാൻ ഈ കയറി വരുന്നത് എൻ്റെ ഡൈനിങ് ടേബിളാണ്. ഒരു 6 പേർക്ക് ഇരിക്കാവുന്ന ഡൈനിങ് ടേബിള്. അപ്പം ഞാൻ അതിലിരുന്ന് ആലോചിക്കുന്നത് ആളെന്ത് ചെയ്യണം. അത് സഫാരി കോടൊക്കെ ഉണ്ടാക്കുന്ന സമയമാണ്, സഫാരി ഷൂട്ടിൻ്റെ കാലം. എന്ത് ചെയ്യണം, അത് ഇത് ചെയ്യണം, ബാക്കി എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മിസ്റ്റർ മേനനില്ലേ, ഞാൻ ഒന്നും മിണ്ടിയില്ല. അവർക്ക് അവരുടെ കാഴ്ചപ്പാടിൽ മേനോൻ എന്ന് പറഞ്ഞാൽ വലിയ കുടവയറും ഇതൊക്കെയായി വല്ല മധ്യവയസ്കനോ 60 വയസ്സായിട്ടുള്ളതിന് വലിയ സ്റ്റൈലിലിരിക്കുന്ന ആരെങ്കിലും ആയിരിക്കും എന്നുള്ള ധാരണ, അവരുടെ ധാരണയ്ക്ക് ഞാൻ കുറ്റം പറയുന്നില്ല. ഞാൻ പറഞ്ഞു എന്താ കാര്യം. അല്ല, ഞങ്ങൾ ശ്രീവിദ്യയ്ക്ക് ഒരു ഡിന്നർ കൊടുക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ സംസാരിച്ചിരുന്നു, മിസ്സസായിട്ട് സംസാരിച്ചിരുന്നു. ഞാൻ അന്ന് വിട്ടുപോയി. ഞാനൊന്നും മിണ്ടിയില്ല. ആ സമയത്ത് പെട്ടെന്ന് ഒരു തലയ്ക്കൊരു കറക്കം പോലെ ഞാൻ പറഞ്ഞു എന്ന അറ്റത്ത് മുറിയാണ് ശ്രീവിദ്യ. അപ്പോഴേക്ക് ഈ ശബ്ദം കേട്ടിട്ട് ശ്രീവിദ്യ കയറി വന്നു. അവർ നോർമൽ ഇത് ഇട്ടുകൊണ്ട് വന്നു. സാറേ ഇങ്ങനെ ഇവർ ഡിന്നറിന് വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വിദ്യ പൊക്കോളൂ, നാളെ നേരത്തെ നമുക്ക് ഷൂട്ടിങ്ങിന് പോകേണ്ടതാണ്, ചൂട് കാലമല്ലേ, അതുകൊണ്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത് മനസ്സിലാകുന്നില്ല. മിസ്സസായിട്ട് സംസാരിച്ചു എന്നത്, അതായത് നമ്മളന്ന് ഈ മൊബൈൽ ഒരു ഫോൺ എൻ്റെ ബെഡ്റൂമിലുണ്ട്. അതിൻ്റെ എക്സ്റ്റൻഷനാണ് റിസപ്ഷൻ എന്ന് പറയുന്ന ഫ്രണ്ട് റൂമിൽ. ഇവിടെ കിടക്കുന്നത് ശ്രീലതയാണ്. ആരോ വിളിച്ചപ്പോൾ മിസ്സസ് ആണോ എന്ന് പറഞ്ഞു. അത് പറഞ്ഞു ഇങ്ങനെ, അതാണ് സംഭവം. ശ്രീലതയാണ്. അപ്പോൾ ഷൂട്ടിങ് മുടങ്ങി? അല്ല, ഷൂട്ടിങ്ങൊന്നും മുടങ്ങിയില്ല. ഷൂട്ടിങ് മുടങ്ങാന്ന് പറഞ്ഞാൽ ഷൂട്ടിങ് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നാട്ടുകാർ പറയുന്നുണ്ട് ആ ചക്കൻ ആത്മഹത്യ ചെയ്യും, അത് ഇതായി പോവും. അതങ്ങനെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എത്ര ദിവസം അവിടെ ഷൂട്ട് ചെയ്തു? ഞങ്ങളവിടെ ഒരു 20-22 ദിവസം ഷൂട്ട് ചെയ്തു. കാരണം ഗോർഫ് കാറിലാണ് മിക്കവാറും ഷൂട്ടിങ്. അപ്പോൾ റിഫ്ലക്ടറൊക്കെ നമ്മളുണ്ടാക്കി ബഹദൂർക്കാണ് അത് പിടിച്ചുകൊണ്ടിരിക്കുക, ആക്ടേഴ്സ് തന്നെ പിടിച്ചോണ്ടിരിക്കുക കാറിൽ. അപ്പം ഞങ്ങളങ്ങനെ പോവുക, പാട്ട് സീൻ എല്ലാം ഗോർഫക്കാരനാണ് എടുക്കുന്നത്. ഈ ബന്ധനം തൊട്ട് ബിൽക്കാറിൻ്റെ സ്വപ്നം ആയപ്പോഴേക്കും സുകുമാരൻ സ്റ്റാറായി. സ്റ്റാറായി. അപ്പോഴേക്കും സ്റ്റാറായി. അങ്ങനെ അവിടെ പാട്ടെടുത്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞു. അപ്പം ഇതിനിടയ്ക്ക് നമുക്ക് ഒരു എയർപോർട്ട് ഷൂട്ട് ചെയ്യണം. അന്ന് എയർപോർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എയർപോർട്ടിലൊന്നുമില്ല, ഓപ്പറേഷനായിട്ടില്ല, കെട്ടിടം മാത്രമേ ഉള്ളൂ. ഏതോ ഒരു സിറിയൻ കാർഗോ ഫ്ലൈറ്റ് വെച്ച് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ശൂന്യമായി കിടക്കുന്ന എയർപോർട്ടാണ്. നിങ്ങളൊക്കെ പോയത് എങ്ങനെയാണ്? നിങ്ങളൊക്കെ പോയത് ഇവിടുന്ന് അങ്ങോട്ട് പോയത്? ഫ്ലൈറ്റ് തന്നെ. എല്ലാ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കൂടുതൽ ഫ്ലൈറ്റിൽ തന്നെ പോകും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ കുറേ പേരെ ഞാൻ സംഘടിപ്പിച്ചു, മലയാളികളെ സംഘടിപ്പിച്ചു. അപ്പം തലേ കെട്ടുകാർ വേണ്ടേ, ആർംസ് ഒക്കെ വേണമല്ലോ അറ്റ്മോസ്ഫിയറിന് വേണ്ടി. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഈ ഇതിലെ കോൾ
ഇൻറ്റീരിയർ മിനിസ്ട്രി ഉണ്ടല്ലോ, അവർ ഇമിഗ്രേഷനാണ്, എന്ത് ഡിപ്പാർട്ട്മെൻറ്റാണ്, ഇമിഗ്രേഷൻ അല്ലല്ലോ, അവ കൂടെ വിട്ടിട്ടുണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടത് എവിടേക്കാണ് എന്തൊക്കെയാണ് അവിടേക്ക് ഇയാൾ ഉണ്ടാവും കൂടെ. അപ്പോൾ ഇയാളും ഈ കൂട്ടരൊക്കെ ഞാൻ എയർപോർട്ടിൽ സോഫയിൽ ഇരുത്തി ഇതൊക്കെ എടുത്ത് ഇത് കഴിഞ്ഞപ്പോൾ ഈ ഓഫീസർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, ഓ കൽ ഇസ്ക ഫോട്ടോ തന്നെ മെരക്കോ കീമിത ഫോട്ടോ ഇംഗ്ലീഷ് അത്ര ഫോട്ടോസ് തരണം, ഫ്രണ്ട്സിന് കൊടുക്കാനാണ്. ഞാൻ അന്തം വിട്ടുപോയി, എന്താ പറയാം. അതായത് 2C ക്യാമറയിൽ ബാബു എടുത്ത സാധനം എങ്ങനെയാണ് ജമിനി എത്തിക്കേണ്ടത് ഞങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക, കേടുപാടുകൂടാ, അതുകൊണ്ടാണ് ഫോട്ടോ എടുത്തു കൊടുക്കുന്നത്. അതാണ് ആ കാലഘട്ടം എന്ന് പറയാം. മനസ്സിലായി. അങ്ങനെയാണ്. പക്ഷെ നമ്മൾ സംഭവം ദേവർ ഈ മാനേജ് ദുബായിലൊക്കെ നാട്ടിൽ ആ ഷൂട്ടിങ്ങിന് സത്യത്തിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. കാരണം ആ സമയത്താണ് മമ്മൂട്ടിക്ക് അഭിനയിച്ചത്. അതെ, ആ ഷൊർണൂർ ശ്രീനിവാസൻ്റെ മമ്മൂട്ടി ഒരു റൂമിലായിരുന്നു അവിടെ, ഗസ്റ്റ് ഹൗസിൽ. അപ്പോൾ ഈ മമ്മൂട്ടിയെ കണ്ടിട്ടില്ല? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. വാസുവേട്ടൻ പറഞ്ഞിട്ടേ ഉള്ളൂ? അതെ, പറഞ്ഞിട്ടേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടില്ല. അപ്പം അതിന് മുൻപ് മമ്മൂട്ടി ഏതോ ഒരു, അതിന് വളരെ മുൻപാണ് ഒരു പടത്തിൽ അഭിനയിച്ചത് ഒന്ന് പറയപ്പെടുന്നു, അതേതാണ് എന്നും എനിക്കറിയില്ല. പിന്നെ ഏതൊരു വാസുവേട്ടൻ്റെ തന്നെ ഒരു സിനിമയ്ക്ക് അഭിനയിക്കാൻ വേണ്ടി വെച്ചിരുന്നു. അതെ, ദേവലോകം എന്ന് പറഞ്ഞൊരു പടം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. മമ്മൂട്ടിയെ വെച്ച് പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ അത് നടന്നിട്ടില്ല. അങ്ങനെ അപ്പം മമ്മൂട്ടി അന്ന് മഞ്ചേരി കോടതിയിൽ പ്രാക്ടീസ് ചെയ്യണം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. അപ്പം അങ്ങനെയാണത്. ഞങ്ങൾക്ക് അവിടുന്ന് ഷൊർണൂരിൽ നിന്നാണ് പിന്നെ എൻ്റെ കംപ്ലീഷൻ, ജലജയൊക്കെ അഭിനയിക്കുന്നത്, ആ സീക്വൻസും നമ്മുടെ മരിച്ചുപോയ നാഷണൽ അവാർഡ് വാങ്ങിയില്ലേ പിറവിയുടെ പ്രേംജിയൊക്കെ അഭിനയിച്ചു. അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ ആദ്യമായിട്ട് മമ്മൂട്ടിയെ സ്ക്രീനിൽ കാണുമ്പോൾ മദ്രാസിൽ വെച്ചായിരിക്കും പോസിറ്റീവ് കാണായിരിക്കും അല്ലേ? അതായത് ഞാൻ കാണുന്നത് ആദ്യമായിട്ട് ഇതിൻ്റെ പോസിറ്റീവ് കാണുന്നത് ഞാനുണ്ട്, വാസേട്ടനുണ്ട്, MBS ഉണ്ട്, MBS മ്യൂസിക്, MB ശ്രീനിവാസൻ, ഹരിപോത്തൻ, ഞാൻ. അപ്പോൾ ഞങ്ങൾ കാണുമ്പോഴാണ് ഇതാണ് കാണുന്നത്, അവിടെ വെച്ചാൽ കാണുന്നത്. അപ്പോഴാണ് മമ്മൂട്ടിയെ കാണുന്നത്. ഞാൻ പെർഫോമൻസ് കാണുമ്പോൾ തോന്നിയിരുന്നു, ഓ ഡെഫിനറ്റ്, അത് ഞാൻ പറയുകയും ചെയ്തത്. അവിടെ വെച്ച് തന്നെ ഞാൻ പറഞ്ഞു, ഇയാൾക്ക് നല്ലൊരു ഭാവിയുണ്ട്, നല്ലൊരു ആർട്ടിസ്റ്റാണ് ആവും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഡയലോഗൊക്കെ ഓർമ്മയുണ്ട്. നമുക്കും അറിയില്ല, നമ്മൾ ആ സിനിമ കാണുന്ന ഒരു വളരെ മെലിഞ്ഞിട്ടാണ്. അതെ, വളരെ മെലിഞ്ഞ് വെള്ളം അടിച്ചിട്ട് എങ്ങനെയാണ് നിന്റെ അനിയത്തി സുമാരൻ അടിക്കുന്ന ഒരു സീനാണ്. അതെ, അതാണത്. അന്ന് എത്ര റെമ്യൂണറേഷൻ ആർക്ക്? മമ്മൂക്ക കൊടുത്തത്? മമ്മൂക്കയ്ക്ക് കൊടുത്തത് ഞാനറിയില്ല, എൻ്റെ മരുമകൻ ആയിരുന്നു പ്രൊഡക്ഷൻ നോക്കിയിരുന്നത്. അന്ന് അവനെ ഞാൻ കൊണ്ടുവന്നു, അവൻ ബോംബെയിൽ ജോലിയില്ല, സച്ചിദാനന്ദൻ. അപ്പോൾ പിന്നീട് ഇയാൾ പറഞ്ഞിട്ടുണ്ട്, അതായത് 75 2 രൂപ നോട്ട് എന്ന് വെച്ചാൽ 150 രൂപ. അത് പുള്ളി തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതാണ് ആദ്യം കിട്ടിയത് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. അന്നൊരു പുതുമുഖത്തിന് കിട്ടാവുന്ന വലിയ റെമ്യൂണറേഷൻ ആയിരിക്കും. 150 രൂപ അതാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അന്ന് സുകുമാരന് 40,000 രൂപ. സ്റ്റാറായി കഴിഞ്ഞു. 40,000 രൂപ. ജയഭാരതിയാണ് ആദ്യം നമ്മൾ വെച്ചിരുന്നത്. അപ്പോൾ മാരിപ്പോത്തനായിട്ടുള്ള ഇവരായിട്ടുള്ള ബന്ധം ത്തിന് കുഴപ്പം വന്നു. അവർ സത്താറായിട്ട് നിന്നു. ആ സമയമായതുകൊണ്ട് ഹരിപ്പോത്തൻ നിർബന്ധമായിട്ടും പറഞ്ഞു അവരെ ഇടണ്ടായിരുന്നു. ഞാൻ ആദ്യം 10,000 രൂപ അവർക്ക് അഡ്വാൻസ് കൊടുത്താൽ എറണാകുളം ദ്വാരക ഹോട്ടലിൽ വെച്ച്. അത് പോയി. അങ്ങനെ ഞാൻ പറഞ്ഞു പിന്നെ ആരാധിച്ചാൽ തപ്പിത്താന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശ്രീവിദ്യ ഭയങ്കര ടൈറ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയമാണ് അവർ. എങ്ങനെ മാനേജ് ചെയ്തിട്ടാണ് നമുക്ക് 10 ദിവസം ഇവിടെ തന്നത്. സുകുമാരൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഈ ഗൾഫ് രാജ്യങ്ങളിൽ ചെല്ലുന്ന അന്നത്തെ സ്വപ്നങ്ങൾ തേടിയെത്തുന്ന ചെറുപ്പക്കാരുടെ നിധികുംഭങ്ങൾ തേടിയുള്ള അറബി രാജകുമാരൻ്റെ ആദ്യത്തെ ആരംഭിക്കുന്നു. കുറിപ്പ് എനിക്ക് ഓർമ്മയില്ല. അന്ന് വാസുവേട്ടൻ്റെ ഡയലോഗുകളൊക്കെ പറയാനായിട്ട് അല്ലെങ്കിൽ അന്ന് ഏറ്റവും ആപ്റ്റായിട്ട്
സുകുമാരനാണ് സുമാർ വളരെ ഭയങ്കര രസമുള്ള ഒരു ആക്ടറായിരുന്നു. വളരെ ബിൽഖാന്റെ സ്വപ്നങ്ങൾ തിയേറ്ററിൽ വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് അതിനൊന്നും കിട്ടിയില്ല. പക്ഷെ നല്ല സിനിമ നല്ല സിനിമ എന്നുള്ള ഒരു ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം അതിന് അങ്ങേ അവാർഡുകളുണ്ടായിരുന്നു. വിൽക്കാനുള്ള സ്വപ്നങ്ങളിൽ എവിടെയും കൊടുത്തിട്ടില്ലായിരുന്നു. ഓക്കെ. ഞാനില്ലായിരുന്നു ഇവിടെ. ഡിന്നി ഫിലിപ്സിൻ്റെ കെയർ ഓഫിൽ നമ്മുടെ കോട്ടയത്ത് അന്ന് കൊച്ചുമോനും ആയിരുന്നു, മറ്റേ ജൂബിലി ജോയി ആയിരുന്നു. ജൂബിലി ജോയി എന്ന ഡെന്നിൽ വർക്ക് ചെയ്യുന്ന കാലം. അപ്പം അത് കൊച്ചുമോനും കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്തെങ്കിലും അവാർഡ്സ് കിട്ടിയതാ ഡെഫിനറ്റ്ലി കിട്ടിയതാ. ആസാദ് പിന്നെ കോണ്ടാക്റ്റിലുണ്ടോ? ഡയറക്ടർ ആസാദ് പിന്നീട് കോണ്ടാക്ട് നിങ്ങൾ ഇല്ല. അതിനകത്തൊരു ട്രാജഡി ഉണ്ടായി. അതായത് ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് അവിടുന്ന് ഷൂട്ടിങ് കഴിഞ്ഞു ഇവിടെ വന്നപ്പം ആസാദ് ഒരു ദിവസം സൂയിസൈഡ് ചെയ്തു. ഈ പടം തീരുന്നതിന് മുമ്പോ? പടം തീരുന്നതിന് മുമ്പ്. അയ്യോ. അതായത് അവരുടെ കുടുംബത്തിലേതോ സിസ്റ്റർ മാരേജോ അങ്ങനെ അതൊക്കെ ആയിട്ട് ഫിനാൻസ് പ്രോബ്ലം എന്താണെന്ന് ഇന്നും അറിയില്ല. ബട്ട് ഹി വാസ് കമ്മിറ്റഡ് സൂയിസൈഡ്. പിന്നെ സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു? ഇല്ല, ബാക്കിയെല്ലാം ഷൂട്ട് ചെയ്ത്. മമ്മൂക്കയുടെ പോർഷനൊക്കെ ഷൂട്ട് ചെയ്ത് ആസാദല്ല, വാസേട്ട. MT ഷൂട്ട് ചെയ്തല്ലേ? അപ്പം ഇവിടെയുള്ള കേരളത്തിലുള്ള മുഴുവൻ ഷൂട്ടും വാസേട്ടനായിരിക്കും. 90% വാസേട്ടനാണ് ഷൂട്ട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഇത് വെച്ചിരുന്നെങ്കിലും 90% ചെയ്ത് വാസേട്ട.